ഒരിക്കലും കണ്ടിട്ടില്ല ആസിഫ് ഇങ്ങനെ പ്രതീക്ഷിക്കില്ല ഇങ്ങനെ അഭിനയിക്കുമെന്നുള്ളത്. ഇങ്ങനെയാണ് അഭിനയം ട്വിസ്റ്റൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കും, പക്ഷേ അതിലും വലിയ ട്വിസ്റ്റാണ് അവസാനം കൊണ്ടുവരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് ആയിരുന്നു. ആസിഫിന് പണ്ടും ഇപ്പോഴും എപ്പോഴും ഇഷ്ടമാണ്. നല്ല സിനിമ ആക്ച്വലി. തിരക്കഥയാണ് അതിൻ്റെ ബേസിക്. നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ഒരു ട്വിസ്റ്റൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കും, പക്ഷേ അതിലും വലിയ ട്വിസ്റ്റാണ് അവസാനം കൊണ്ടുവരുന്നത്. നല്ല സിനിമയാണ്. ബേസിക്കായിട്ട് നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന ഒരു സിനിമ പോലെ അല്ല അത്. ആക്ച്വലി കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ കാരണം ഇപ്പം ഇറങ്ങുന്ന സിനിമകളെല്ലാം നല്ല സിനിമകളല്ലേ. അപ്പം അതിനോട് കോമ്പറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും എനിക്കറിയില്ല, പക്ഷെ നല്ല സിനിമയാണ്. നല്ല മൂവി, ലൈക്ക് അത്യാവശ്യം നല്ല ട്വിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. കണ്ടുകൊണ്ടിരിക്കാൻ ഇച്ചിരി ത്രില്ലിംഗ് ആയിരുന്നു. ഇഷ്ടമായി. ത്രില്ലിംഗ് വിജയനും നന്നായിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഇഷ്ടമായി. ചില ഡയലോഗ്സും ചില ഫൈറ്റ്സും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ആസിഫ് അലി അടിപൊളിയാണ്. ഭയങ്കര രസമുണ്ടായിരുന്നു. കമ്പാക്ക്. ആസിഫിന് പണ്ടും ഇപ്പോഴും എപ്പോഴും ഇഷ്ടമാണ്. എപ്പോഴും അങ്ങനെ നല്ല ഫിലിമാണ്. ക്രൈം ത്രില്ലറല്ലേ, ഒരു വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. ക്ലൈമാക്സ് പ്രതീക്ഷിച്ച് നമ്മൾ നോക്കിക്കൊണ്ട് വരുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു റേഞ്ചിൽ വരും ഈ സിനിമ. അതായത് ആവേശം, മഞ്ഞുമൽ ബോയ്സ്, പിന്നെ ടെർബോ, അതിൻ്റെ ഒരു കാറ്റഗറിയിൽ വരും. അടിപൊളിയാണ്. പിന്നെ ആസിഫ് അലി ഓടി കയറുമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ചാൻസ് ഉണ്ട്. പ്രേമലോ കയറിയ കണക്ക് ചാൻസ് ഇല്ല എന്ന് പറയുന്നില്ല. കയറാം. ഇഷ്ടപ്പെട്ടു ആണ്. നമ്മൾ ആരും വിചാരിക്കാത്തൊരു എൻഡിങ്ങും കാര്യങ്ങളൊക്കെ. ആസിഫ് അലിയും വേറെ ലെവലായിരുന്നു. കമ്പാക്ക് തന്നെ. ഇത് പ്രതീക്ഷിക്കില്ല ഇങ്ങനെ അഭിനയിക്കുമെന്നുള്ളത്. ഇങ്ങനെയാണ് അഭിനയം. ഒരിക്കലും കണ്ടിട്ടില്ല ആസിഫ് ഇങ്ങനെ.